ഒരുവൻ്റെ ജീവിതത്തിൽ ദൈവനാമം അറിയുന്നവനായി തീരണം. അവൻ ദൈവനാമം അറിഞ്ഞ് ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിപ്പാനിടയായിത്തീരും. ഒന്ന്, യേശുവിൻ്റെ നാമം ശക്തിയോടെ നമ്മെ വിടുവിക്കുന്നതാണ്. രണ്ട്, യേശുവിൻ്റെ രക്തം വിടുതൽ നൽകിത്തരുന്നതാണ്. മൂന്ന്, ദൈവവചനം ശക്തിയേറിയ പവർ ഹൗസാണ്. നാല്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ഒന്നാണ്. 91-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം വാക്യം, അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൽ ഞാൻ അവനെ ഉയർത്തും. അതെ, ദൈവനാമം അറിഞ്ഞ് ജീവിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവനെ ഉയർത്തുവാനിടയായിത്തീരും. ഒരുപക്ഷെ ലോകത്തിലെ മനുഷ്യന് ദൈവനാമം പുച്ഛമായി തോന്നിയെന്ന് വന്നേക്കാം. എന്നാൽ ദൈവനാമത്തെ അറിയുന്നവനെ ദൈവം ഉയർത്തും. യഹോവയുടെ നാമം നിൻ്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് നീ ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. അതെ, യഹോവയുടെ നാമത്തിൽ നീ വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ നിന്നെക്കുറിച്ച് ഭൂമിയിലുള്ള സകല ജാതികളും ഭയപ്പെടുവാനിടയായിത്തീരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്തു തരും. മാത്രമല്ല, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാന്മാർ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. സദൃശ്യവാക്യം 18:10. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നാമത്തെ അറിഞ്ഞ് അതിലാശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഒരു ശത്രുവിനും നമ്മെ തോൽപ്പിച്ച് കളയുവാനോ ഒതുക്കിക്കളയുവാനോ ഇടവരികയില്ല. അതുകൊണ്ട് 2 ദിനവൃത്താന്തം 7:14, എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അതെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവിക അത്ഭുതം നടക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവപ്രവൃത്തിയും ദൈവിക അത്ഭുതങ്ങളും വെളിപ്പെടേണ്ടുന്നത് പോലെ നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ മേൽത്തരമായി നമ്മിൽ വെളിപ്പെട്ടു വരും.